അങ്ങനെ കാൽഭാഗമുള്ള ബിരിയാണി തന്ന് പറ്റിച്ചല്ലെന്നുള്ള സങ്കടത്തേക്കാൾ കൂടുതൽ അത് കഴിച്ചിട്ട് എനിക്ക് വിശപ്പ് മാറിയില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു എനിക്ക്. ഇനി എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ട്രെയിൻ മഹാരാഷ്ട്ര കയറിയ കാര്യം ഞാൻ അറിയുന്നത്. ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്റെ ഫേവറേറ്റ് ഫുഡായ വടാപ്പാവ് കഴിക്കാമല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ആ സമയം ട്രെയിനിൽ കൂടെ വടാപ്പാവുമായി വന്ന ചേട്ടന്റെ കയ്യിൽ നിന്ന് 2 വടാപ്പാവും വാങ്ങിച്ച് ആസ്വദിച്ചങ്ങ് കഴിച്ചു. വടാപ്പാവ് ഈ ഒരു ഫുഡ് മാത്രമാണ് മഹാരാഷ്ട്രയിൽ ഞാൻ എത്ര കഴിച്ചിട്ടും എനിക്ക് മതി വരാത്തതും മടുക്കാത്തതും. അങ്ങനെ 9:50 എത്തേണ്ട ട്രെയിൻ 10:50 ആയപ്പോഴേക്കാണ് പൂനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അതായത് അരമണിക്കൂർ താമസിച്ചു തുടങ്ങിയ എന്റെ ട്രെയിൻ യാത്ര 1 മണിക്കൂർ താമസിച്ചാണ് അവസാനിക്കുന്നത്. ഇത്രയും സമയം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് ഹോട്ടലിലേക്ക് പോകാൻ ബസ്സോ മെട്രോയോ ഒന്നും കിട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നതിന്റെ കൂടെ ട്രെയിൻ ഓടിച്ച് ചേട്ടന്റെ അച്ഛനെയും സ്മരിച്ചുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് നടന്നു. ഇത്രയും ലേറ്റ് ആയതുകൊണ്ടും കമ്പനി വക ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ ഉള്ളതുകൊണ്ടും ഈ രാത്രി ഷെയർ ഓട്ടോ ഒക്കെ പിടിച്ചു പോകുന്നത് അത്ര സേഫ് അല്ലല്ലോ എന്നോർത്ത് അവിടെ കിടന്ന ഓട്ടോക്കാരന് അവൻ പറഞ്ഞ കാശും കൊടുത്ത് ഓട്ടോ പിടിച്ചു പോകുന്ന രംഗമാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ആ വൃത്തികെട്ടവൻ പോകുന്ന വഴിക്ക് കണ്ണി കണ്ടവരെല്ലാം വിളിച്ചു കയറ്റി ഇതൊരു ഷെയർ ഓട്ടോ ആക്കി മാറ്റി ഗൈസ്. അങ്ങനെ അടപടലം പണിയും കിട്ടി ഞാൻ ഹോട്ടലിന് മുമ്പിലേക്ക് എത്തി. ഇനി ഇവിടെ എന്താണാവോ നടക്കാൻ പോകുന്ന ആലോചിച്ച് അകത്ത് കയറി ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ താമസിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചെക്കിംഗ് പരിപാടികളൊക്കെ പെട്ടെന്ന് റെഡിയാക്കുകയും 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ താമസിച്ച അതേ റൂം തരാമെന്ന് ചോദിച്ചപ്പോൾ ആ സെയിം റൂം തന്നെ എനിക്ക് തരികയും ചെയ്തു. നമ്മൾ എവിടെ പോയാലും നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെടുന്ന ആളുകളോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടു കൂടിയൊക്കെ പെരുമാറുകയാണെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലാക്കിയ ഒരു യാത്ര കൂടിയായിരുന്നു ഇത്. ഇതോടുകൂടി മഹാരാഷ്ട്രയിലേക്കുള്ള എന്റെ ട്രെയിൻ യാത്ര അവസാനിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം.